ഇന്ന് ഊണ് നാടൻ രീതിയിൽ പുറത്തെ വിറകടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെമ്മീനായിരുന്നു കേട്ടോ. ആള് ചെറുതാണേലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. വലിയ ചെമ്മീനേക്കാളും തീയലുണ്ടാക്കാനും അതുപോലെ കുമ്പളങ്ങ പപ്പായൊക്കെ ഇട്ട് കറി വെക്കാനും ടേസ്റ്റ് ഇതിനാണ്. അപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിയുമ്പം ഏകദേശം 1/2 കിലോ ഉണ്ടാവും. അപ്പം ഞാനിന്ന് ചെമ്മീനും പച്ചപ്പപ്പായയും കൂടിയാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സൈസ് പച്ച പപ്പായ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഞാൻ ഇതിനകത്ത് വാളംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. കുടംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെക്കുകയാണ്. ഇനി ഒരു മൺചട്ടി വെച്ചു. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പപ്പായ ഉണ്ടല്ലോ, പച്ചപ്പപ്പായയും ചെമ്മീനും ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം വരും. ഇനി ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ആ പപ്പായയും ചെമ്മീനും നല്ലപോലെ വെന്ത് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനൊരു 2 വലിയ പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു പച്ചമുളകും ഒരു 4-5 ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതും കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റായിട്ട് അരയ്ക്കണം. അപ്പോഴേക്കും എന്താ ചെമ്മീനും പപ്പായയും പാകത്തിന് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് അതിനകത്ത്, കണ്ടോ? ചെമ്മീനിൽ നിന്ന് വെള്ളം വരും, പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഗ്രേവി അതിനകത്ത് ഉണ്ടാവണം, ഒത്തിരി വറ്റിപ്പോകരുത്. ഇനി അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ പുളിവെള്ളം. പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, എത്ര വേണമെന്ന് വെച്ചാൽ. നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പകരം പച്ചമാങ്ങ ഇട്ടാലും നല്ലതാണ്, അല്ലെങ്കിൽ കുടംപുളി വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ ഒരു പച്ചച്ചുവ അങ്ങ് മാറണം. അപ്പോൾ ഇതായിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടായി, തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറി ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമല്ല, ജസ്റ്റ് ചെറിയൊരു തിള വരുമ്പോഴേക്കും നമുക്ക് മാറ്റാം. ഇതിനകത്തിന് താളിച്ചും കൂടി ഒഴിച്ചാൽ മതി. താളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പച്ചപ്പപ്പായ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ ഉണക്കച്ചെമ്മീൻ വെച്ചുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബാക്കി കറികളും കൂടി ഉണ്ടാക്കാം. പിന്നെ പച്ചക്കറിയായിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റും ബീൻസും മെഴുക്കുവരട്ടിയാട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ക്യാരറ്റ്, ബീൻസ്, സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി പാകത്തിനുള്ള ഉപ്പും ഇട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കും. ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല. പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണേ. അപ്പോൾ കനൽ കിടപ്പുണ്ടല്ലോ മീൻകറി ഉണ്ടാക്കിയതിൻ്റെ, അപ്പോൾ അതിനകത്ത് ആയിട്ട് ഒരു ചുട്ടരച്ച ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇളക്കിയെടുക്കണം. അതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് ഇളക്കിയെടുത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ആ കനലിലോട്ട് ഇതിട്ട് കൊടുക്കാം. തീയൊക്കെ അണച്ചിട്ട് കനൽ മാത്രമാണ് കേട്ടോ. മുകളിലോട്ടും കൂടി കുറച്ച് കനലിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒന്ന് ചുട്ടെടുക്കാൻ പറ്റും. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ എടുക്കണം. കനലൊന്നും ഇല്ലാത്തവർ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ തീയിൽ വെച്ചിട്ടും ഇതുപോലെ ചുട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. കനലിൽ ചുടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. തേങ്ങയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വറ്റൽ മുളകും കൂടി ഇതിനകത്തോട്ടിട്ട് തന്നെ ചുട്ടെടുക്കണം. ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ മുളക്. എരിവ് നല്ലപോലെ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. പെട്ടെന്നാവും കേട്ടോ, നല്ല ചൂട് കനലല്ലേ, അതിനകത്തോട്ട് ഇടുമ്പോൾ തന്നെ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ പോലെ വരും. അപ്പോൾ ഒരുപാട് കരിയുന്നതിന് മുമ്പേ പെട്ടെന്ന് എടുക്കുക. ഇനി നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അരയ്ക്കണം. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുന്നേ അമ്മ ജസ്റ്റ് തുണി വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തു. ചാമ്പലൊക്കെ ഉണ്ടാവുമല്ലോ, കഴുകിയാലും മതിയായിരിക്കും. പിന്നെ ഇതേ കല്ലിൽ വെച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പം ഉപ്പും പുളിയും മുളകും കൂടിയാണ് ആദ്യം അരയ്ക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. അമ്മ അങ്ങനെയാണ് അരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഉപ്പും മുളകും പുളിയും കൂടി നല്ലപോലെ അരച്ചെടുക്കുകയാണ്.
ഇപ്പം നമ്മുടേത് ചെറിയ കല്ലാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഇനി ചുട്ട് വെച്ച തേങ്ങയുണ്ടല്ലോ അത് എടുത്ത് ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക. കല്ലില്ലാത്തവർ മിക്സിയിൽ ചെയ്താലും മതി. പക്ഷെ കുറച്ച് അരഞ്ഞു കിട്ടാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ചെയ്താൽ മതി, ഒരുമിച്ച് അരയ്ക്കാതെ. അപ്പോൾ തേങ്ങയെല്ലാം അരച്ച് മാറ്റിയതിന് ശേഷം ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുക്കാം. ഈ കല്ല് ചെറുതായതുകൊണ്ട് തേങ്ങ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അരച്ച് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയും കൂടി നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അരകല്ലിൽ വെച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് എടുക്കും. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചുട്ടരച്ച ചമ്മന്തി റെഡി. ശരിക്കും മീൻകറിയുടെ ഒന്നും ആവശ്യമില്ല, ഈ നല്ല ചൂട് ചോറും ഈ ചമ്മന്തിയും മാത്രം മതി കഴിക്കാൻ. അപ്പോൾ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി. ലാസ്റ്റ് ഞാൻ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഊണ്. നല്ല ചൂട് ചമ്പാവരി ചോറ്, പപ്പായ ചെമ്മീൻ കറി. ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആവും കേട്ടോ. ഒത്തിരി ഗ്രേവി കാണത്തില്ല, ഒരു സെമി ഗ്രേവി രീതിയിലായിരിക്കും. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചുട്ടരച്ച ചമ്മന്തി, മെഴുക്ക് വരട്ടി, ക്യാരറ്റും ബീൻസും, ഓംലെറ്റ്, കുറച്ച് അച്ചാറും ഉണ്ട്, നാരങ്ങ ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ചെമ്മീൻ കറിയും ചുട്ടരച്ച ചമ്മന്തിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.